നിങ്ങൾ ഈ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും പറിച്ചു ഭക്ഷിക്കുന്നു, തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ കനി മാത്രം ഭക്ഷിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ആദമാണ് എന്നോട് പറഞ്ഞത്, ആ മരത്തിന്റെ പഴം മാത്രം ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടത്രേ. ആ മരത്തിന്റെ പഴം തിന്നാൽ ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് സത്യമല്ല. ആ വൃക്ഷത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമർത്ഥരും ബുദ്ധിമാന്മാരുമായി തീരും എന്ന് ദൈവത്തിനറിയാം. നിങ്ങൾ ദൈവത്തെ പോലാകും. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ പഴം രുചിയുള്ളതായി തോന്നുന്നു, കൂടാതെ നല്ല വാസനയുമുണ്ട്. അതെ, വാസ്തവമാണ്. കാഴ്ചയ്ക്ക് അതിമനോഹരമായിരിക്കുന്നു. ഇതുവരെ നിങ്ങൾ കഴിച്ച എല്ലാ കനികളെക്കാൾ ഇത് കൂടുതൽ രുചികരമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ അത് ഭക്ഷിച്ചാൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. പഴം പറിക്കൂ, കഴിച്ചു നോക്കൂ. ഇന്ന് മനോഹരമായ ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ തോട്ടത്തിൽ ഒരു പുതിയ തരം പഴം കണ്ടു. ഇതിന് ഞാനിടുന്ന പേര് തണ്ണിമത്തൻ എന്നാണ്. അത് കൊള്ളാമല്ലോ. താങ്കൾ പഴങ്ങൾക്കിട്ട പേരുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും എന്തുകൊണ്ടാണ് ആ മരത്തിലെ പഴം ദൈവം ഭക്ഷിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞത്? ആ പഴങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ആ പഴങ്ങൾക്ക് നല്ല വാസനയുമുണ്ട്. അതെനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഇത് കഴിച്ചാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞത് നാം അനുസരിക്കണം. അത് സത്യമായിരിക്കില്ല. അഥവാ ആ പഴം വിഷമുള്ളതാണെങ്കിൽ എന്തുകൊണ്ടാണ് തോട്ടത്തിന്റെ നടുവിൽ നട്ടിരിക്കുന്നത്? നമ്മൾ പറിക്കത്തക്ക വിധത്തിൽ ഇതൊരു കൗശലമായിരിക്കും. നീ എന്തിനാണ് വിഷമിക്കുന്നത്? നമുക്ക് ഭക്ഷിക്കാൻ തോട്ടത്തിൽ വേറെയും പഴങ്ങളുണ്ടല്ലോ. ദൈവം നമുക്ക് താക്കീത് നൽകിയതിന് എന്തെങ്കിലും തക്കതായ കാരണമുണ്ടായിരിക്കും. നാം അതിൽ നിന്ന് അകന്നിരിക്കണം. ശരി, പക്ഷെ ഒരു കഷ്ണം കഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു, അല്ലേ? അതിന്റെ രുചി അറിയാൻ എനിക്ക് കൊതിയായി. ദൈവം അത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ഹൗവ കൈയേന്തി അറിവിന്റെ വൃക്ഷത്തിന്റെ കനി പറിച്ചെടുത്തു. അവൾ അതിന്റെ മനോഹാരിത ആസ്വദിച്ചു. പിന്നീട് ആദത്തിനെ നോക്കി ഒരു കഷ്ണം കടിച്ചു. അതിനുശേഷം കനി ആദത്തിന് നീട്ടി അവനോടും കഴിക്കാൻ പറഞ്ഞു. ആദാമും ഒരു കഷ്ണം കടിച്ചു. അവൻ ഹൗവയെ നോക്കി പുഞ്ചിരിച്ചു. രണ്ടുപേരും ചേർന്ന് ആ കനി ഭക്ഷിച്ചു തീർത്തു. തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആദാമും ഹൗവയും ഉറങ്ങുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവരുണർന്നപ്പോൾ ഭയപ്പെട്ടു. അവർക്ക് കുറ്റബോധവും നാണക്കേടും അനുഭവപ്പെട്ടു. അവർ കുറ്റിച്ചെടികളുടെ പുറകിൽ ഒളിച്ചു. ആദാമേ, നീ എവിടെയാണ്? ഹൗവേ, നീ എന്തിനാണ് എന്നിൽ നിന്നും ഒളിക്കാൻ ശ്രമിക്കുന്നത്? ക്ഷമിക്കണം പിതാവേ, ഞങ്ങൾ രണ്ടുപേരും നഗ്നരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നഗ്നരാണെന്ന് എങ്ങനെ മനസ്സിലായി? മുൻപും നിങ്ങൾ നഗ്നരായിരുന്നു, പക്ഷേ അന്ന് നാണം തോന്നിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ നാണിക്കുന്നത്? അതെനിക്കറിയില്ല പിതാവേ. തോട്ടത്തിന്റെ നടുവിലുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ കനി നീ ഭക്ഷിച്ചുവോ? ഞാൻ നിന്നോട് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ കനി. എന്നോട് ക്ഷമിക്കണം പിതാവേ. ഹവ്വ എനിക്ക് തന്നു, ഞാനത് ഭക്ഷിച്ചു. ഞാൻ അനുസരണക്കേട് കാണിച്ചു പിതാവേ, എന്നോട് ക്ഷമിക്കണം. ഹവ്വേ, നീ എന്തിനിത് ചെയ്തു? ദൈവമേ, സർപ്പം എന്നോട് കൗശലം കാണിച്ചു. ഞാൻ കുഴപ്പത്തിലായി. എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണേ ദൈവമേ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ തോട്ടത്തിൽ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് ഒരു കൽപ്പന മാത്രമേ ഞാൻ തന്നിരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ എന്നോട് അനുസരണക്കേട് കാണിച്ചു. നിങ്ങൾ ഇരുവരും എന്റെ കൽപ്പന ലംഘിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം പിതാവേ. ഞങ്ങൾ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഞങ്ങൾക്ക് അവസാനമായി ഒരു അവസരം കൂടി തരണം. ഞങ്ങൾക്ക് പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു. ഒരു സാധാരണ മരമാണെന്നാണ് ഞങ്ങൾ കരുതിയത്. തെറ്റ് എന്റേതല്ല, പാമ്പാണ് ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയത്. സർപ്പത്തിന് തക്കതായ ശിക്ഷ നൽകപ്പെടും. അതുപോലെ തന്നെ എന്നോട് അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലം നിങ്ങളും അനുഭവിക്കേണ്ടി വരും. എന്റെ ഒരേ ഒരു കൽപ്പന നിങ്ങൾ അനുസരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ തോട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അറിവിന്റെ വൃക്ഷത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിച്ചതുകൊണ്ട് ഈ ഏദൻ തോട്ടത്തിൽ നിങ്ങൾക്ക് ഇനി സ്ഥാനമുണ്ടാവുകയില്ല. ശരിയെന്താണെന്നും തെറ്റെന്താണെന്നും ഇനി നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ തന്നെ ഈ തോട്ടത്തിൽ നിന്നും പുറത്തു കടക്കണം.
എന്നിട്ട് ബാക്കിയുള്ള ജീവിതം ഭൂമിയിൽ ജീവിക്കണം. ഭൂമിയിൽ ചെന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും ദൈവമേ? കഠിനമായി അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഭൂമിയിൽ ആഹാരത്തിനുള്ള വക കണ്ടെത്തണം. അവിടെ വേദനകളും ദുഃഖങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. അങ്ങനെ അവസാനം ഒരു ദിനം നിങ്ങൾ മരണത്തിനിരയാകും. ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ഇപ്പോൾ തന്നെ പോകൂ. ആദാമും ഹൗവയും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഭക്ഷണത്തിന് വകയുണ്ടാക്കാൻ അവർ കഠിനമായി അധ്വാനിച്ചു. അവർക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കി. അധികം താമസിയാതെ അവർ മരിക്കുന്നതായിരിക്കും. പറുദീസയിൽ അവർക്ക് എന്നേക്കും ജീവിക്കാമായിരുന്നു, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിരുന്നെങ്കിൽ.